ഒരു വാർത്ത ഇവിടെ ക്ലിപ്പിംഗ് കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. ഇതാണ് വാർത്ത. OPD പിടിച്ചതിന് വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകിയ അധ്യാപകനെ കോടതി വെറുതെ വിട്ടു. ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. 2014 ഓഗസ്റ്റിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ നടന്ന OPD പിടിച്ചതിനാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ ഇത്തരം ഒരു പരാതി നൽകിയത്. ചെയ്യാത്ത തെറ്റിന് ഒരു പതിറ്റാണ്ടിലേറെ വേദന അനുഭവിച്ചു ആനന്ദ് വിശ്വനാഥൻ. ഒടുവിൽ നീതിപീഠത്തിന് മുന്നിൽ സത്യം തെളിഞ്ഞു. ഓർത്തെടുക്കുമ്പോൾ പൊള്ളുന്ന ഇന്നലെകൾ. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ ജോലി നോക്കുമ്പോഴാണ് ദുരനുഭവം. 5/9/2014 അന്ന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് അവസാനത്തെ മിനിറ്റാണ് ഞാൻ ഹാളിനകത്ത് കയറുന്ന വ്യാപകമായിട്ട് ഒരു കോപ്പി. ഞാൻ കോപ്പി ഡിറ്റക്ട് ചെയ്യും, അത് പിടിച്ച് അപ്പൊ തന്നെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 16-ാം തീയതിയാണ് അറിയുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. കോപ്പി അടിച്ച് പിടിച്ച വൈരാഗ്യത്തിന് അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയതിന്റെ പേരിൽ ഈ അധ്യാപകൻ 10 വർഷത്തോളമാണ് അതിന്റെ ശിക്ഷ അനുഭവിച്ചത്. ഈ അധ്യാപകന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇതിൽ പരാമർശിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡാണല്ലോ പീഡന പരാതികൾ. അതായത് ഉഭയകക്ഷി പ്രകാരം വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച് പൂർണ്ണമായ സമ്മതത്തോടുകൂടി കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം പിന്നീട് തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷനെതിരെ സ്ത്രീ പരാതിപ്പെടുമ്പോൾ തന്നെ ആ പുരുഷനെ ഉടൻ തന്നെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്. മാത്രമല്ല ആ പുരുഷന്റെ എല്ലാ അഡ്രസ്സുകളടക്കം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ആ പുരുഷന്റെ നിരപരാധിത്വം തെളിയിക്കുക. അപ്പോഴത്തേക്ക് ആ പുരുഷനെ അനുബന്ധിച്ച് ഉണ്ടാകുന്ന കുടുംബങ്ങളിലൊക്കെ സമൂഹത്തിൽ അപമാനത്താൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചെയ്യുന്ന തെറ്റിന് പിന്നീട് എങ്ങനെയാണ് പുരുഷൻ മാത്രം കുറ്റവാളിയായിട്ട് മാറുന്നത്? ഇതാണ് സ്ത്രീകൾക്ക് നമ്മുടെ നിയമം കൊടുത്ത പരിരക്ഷ ചില സ്ത്രീകൾ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്. ഇതുകൊണ്ട് മാത്രമാണ് ഇന്ന് നടക്കുന്ന മിക്ക പീഡന പരാതികളും നടക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് മറ്റും ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ പുരുഷനെ ജയിലടക്കാനും മറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് പീഡന പരാതി എന്ന നിലയിൽ. ഒരു സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ആ പരാതിക്ക് ഇരയായിട്ടില്ല, അതായത് ആ സ്ത്രീ ചൂണ്ടിക്കാണിക്കുന്ന പുരുഷനെതിരെ ശക്തമായ നിയമ നടപടിയെടുത്ത് ദിവസങ്ങളോളം ജയിലടക്കുന്നു. പിന്നീട് അതിനുശേഷം ഒരു നിയമ പോരാട്ടത്തിന് ശേഷമാണ് അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നത്. ഈ അധ്യാപകർക്ക് സംഭവിച്ചത് കോപ്പി അടിച്ച പിള്ളേരെ പിടിച്ചപ്പോൾ അതിന്റെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ അധ്യാപകനെതിരെ പീഡന പരാതി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്ത് ഉടൻ തന്നെ പോലീസ് കേസെടുത്തു. പിന്നീടുള്ള നടപടിയിലേക്ക് പോയി. അങ്ങനെ 10 വർഷത്തിന് ശേഷമാണ് കോടതി ഇദ്ദേഹം തീർത്തും നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നത്. ഈ പീഡന പരാതികളും അതുപോലെ തന്നെ പോക്സോ പരാതികളൊക്കെ ഇന്ന് ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇന്ന് ഉള്ളതിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. നിത്യേന വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ഈ പീഡന പരാതി എന്ന നിലയിൽ. ഇവിടെ ഭർത്തമതികളായ യുവതികൾ പീഡനത്തിന് പരാതി കൊടുത്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭർത്തമതികളായ യുവതികൾ പീഡന പരാതിക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഭർത്താവിനെ ആ യുവതി വഞ്ചിച്ചത് കൊണ്ടല്ലേ മറ്റൊരു പുരുഷന്റെ കൂടെ ഈ വിധത്തിൽ പോയിട്ടുണ്ടാകാം. അപ്പൊ ആ ഭർത്താവിനെ വഞ്ചിച്ചതിന്റെ പേരിൽ ആ സ്ത്രീക്കെതിരെ, ആ യുവതിക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതില്ല, വഞ്ചനാ കുറ്റം എടുക്കേണ്ടതില്ലേ. അപ്പൊ ഇതിനൊക്കെ സ്ത്രീകൾക്ക് നിയമം കൊടുത്ത ഒരു പരിരക്ഷ ഇവിടെ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന ഇത്തരം സ്ത്രീകൾ മാത്രമാണ്. യാഥാർത്ഥ്യത്തിലുള്ള സംഭവങ്ങൾക്ക് പല സ്ത്രീകൾക്കും നീതി ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു വസ്തുത. അതുകൊണ്ട് ഈ പീഡന പരാതികളും മറ്റുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള നിയമമാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കള്ളപ്പരാതികളും മറ്റും അവസാനിക്കത്തുള്ളൂ.